സ്വാഗതം. നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊക്കെ. പക്ഷെ എന്താണിത് സത്യത്തിൽ? കുറെ പണം ബാങ്കിൽ ഉണ്ടാവുന്നതാണോ? അതോ ഇഷ്ടം പോലെ ചിലവാക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണോ? പലർക്കും പലതായിരിക്കും ഉത്തരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തെപ്പറ്റി നോക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി തോന്നി. നമ്മുടെ ചോദ്യം എവിടെ നിക്ഷേപിക്കണം എന്നതിനേക്കാൾ എങ്ങനെ ചിന്തിക്കണം എന്നതായിരിക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ PPF NPS പോലുള്ളവയുടെ ഫീച്ചറുകൾ വെറുതെ പറഞ്ഞു പോകുകയല്ല, മറിച്ച് നമ്മുടെയൊക്കെ സാമ്പത്തിക ഭാവിയുടെ അടിത്തറ ഉറപ്പിക്കാൻ ഈ ടൂൾസൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലേ? റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ഈ കളിയിൽ പണപ്പെരുപ്പത്തെയും തോൽപ്പിച്ച് എങ്ങനെ മുന്നോട്ടു പോകാം നമുക്ക് നോക്കാം. അപ്പോ തുടക്കക്കാരെപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: തുടങ്ങാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? അതിന് സ്ഥിരം കേൾക്കുന്നൊരു മറുപടിയുമുണ്ട്: ഏറ്റവും നല്ല സമയം ഇന്നലെയായിരുന്നു, രണ്ടാമത്തെ നല്ല സമയം ഇന്നാണ്. ഈ കോമ്പൗണ്ടിങ്ങിന്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പലർക്കും ഇത്ര മടി? അതെ, അത് വളരെ ശരിയായൊരു പോയിന്റാണ്. ആ ചെസ് ബോർഡിന്റെയും നെൽമണിയുടെയും കഥ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആദ്യത്തെ കളത്തിൽ 1, രണ്ടാമത്തേതിൽ 2, മൂന്നാമത്തേതിൽ 4, അങ്ങനെ പോകുമ്പോൾ 64ാമത്തെ കളം നിറയ്ക്കാൻ ലോകത്തുള്ള മുഴുവൻ നെല്ലുപോലും തികയില്ല. ഗണിതപരമായി ഇത് വളരെ ലളിതമാണ്, പക്ഷേ മനുഷ്യന്റെ മനസ്സിന് അത്ര ദീർഘകാലത്തേക്ക് ചിന്തിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ശരിയാണ്. കാരണം ആദ്യത്തെ 10ഉം 15ഉം കളങ്ങളിൽ ആകെ കിട്ടുന്നത് കുറച്ച് നെൽമണികൾ മാത്രമാണ്. ആ സമയത്ത് ക്ഷമയോടെ കാത്തിരിക്കാനാണ് പാട്. തുടക്കത്തിലെ വളർച്ച വളരെ പതുക്കെയായിരിക്കും. അതെ, ആദ്യത്തെ ഒരു 10 വർഷം കൊണ്ട് 1 ലക്ഷം രൂപ ഒരുപക്ഷെ 3 ലക്ഷമായെന്നിരിക്കും. എന്നാൽ അടുത്ത 10 വർഷം കൊണ്ട് ആ 3 ലക്ഷം 9 ലക്ഷമായി മാറും. വളർച്ചയുടെ വേഗത കൂടിക്കൂടി വരും. അതുകൊണ്ട് നിങ്ങൾ എത്ര പണം നിക്ഷേപിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം ആ പണത്തിന് വളരാൻ നിങ്ങൾ എത്ര സമയം കൊടുക്കുന്നു എന്നതാണ്. അതെ, അതായത് ഒരു 25 വയസ്സുകാരൻ മാസം 5000 രൂപ നിക്ഷേപിക്കുന്നതും ഒരു 35 വയസ്സുകാരൻ 10,000 രൂപ നിക്ഷേപിക്കുന്നതും ഒരു പക്ഷേ റിട്ടയർമെന്റ് സമയത്ത് ഒരേ കോർപ്പസിലായിരിക്കില്ല എത്തുന്നത്. ഒരിക്കലുമല്ല. ആ 10 വർഷത്തെ തുടക്കം വലിയൊരു വ്യത്യാസം ഉണ്ടാക്കും. പക്ഷെ ഇവിടെ വേറൊരു ചോദ്യം വരുന്നു: ഇത്ര ക്ഷമയോടെ കാത്തിരിക്കണമെങ്കിൽ ആ പണം വളരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണ്ടേ? പണപ്പെരുപ്പം കാരണം നമ്മുടെ സമ്പാദ്യത്തിന്റെ മൂല്യം കുറയുകയല്ലേ? ഇവിടെയാണ് പലരും ഓഹരി വിപണിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. തീർച്ചയായും. പണപ്പെരുപ്പത്തെ മറികടക്കാൻ ഇക്വിറ്റി അഥവാ ഓഹരികളോളം മികച്ച മറ്റൊരു മാർഗമില്ല. അതൊരു വസ്തുതയാണ്. 2010-ൽ ഏകദേശം 20,000 ആയിരുന്ന സെൻസെക്സ് 10 വർഷം കഴിഞ്ഞ് 2019 അവസാനമായപ്പോഴേക്കും 41,000 കടന്നു. അതായത് പണം ഇരട്ടിയിലധികമായി. അതെ, ഒരു ബാങ്ക് FDയിലോ മറ്റോ ഇട്ടിരുന്നെങ്കിൽ ഈ വളർച്ച കിട്ടില്ലായിരുന്നു. പക്ഷേ അതിന്റെ അപകടവും നമ്മൾ കമിഴണമല്ലോ. 2020 മാർച്ചിൽ കോവിഡ് വന്നപ്പോൾ ഈ 41,000-ൽ നിന്ന് സെൻസെക്സ് ഒറ്റയടിക്ക് 27,500-ലേക്ക് വീണു. ഏകദേശം 34% ഇടിവ്. അതെ, അന്ന് പണം അത്യാവശ്യമായി പിൻവലിക്കേണ്ടി വന്ന ഒരാളുടെ കാര്യം ഓർത്തുനോക്കൂ. അവരുടെ നിക്ഷേപത്തിന്റെ 1/3 നഷ്ടപ്പെട്ടു. അപ്പോൾ ഓഹരി വിപണി ഒരു വാളാണ്, അതിന് 2 വശത്തും മൂർച്ചയുണ്ട്. എക്സാക്ട്ലി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഓഹരി വിപണി ഒരു ദീർഘദൂര ഓട്ടമാണ്, ഒരു സ്പ്രിന്റ് അല്ല. വഴിയിൽ കുണ്ടും കുഴിയും ഉണ്ടാകും. അതുകൊണ്ട് അടുത്ത 5-7 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യം വന്നേക്കാവുന്ന പണം, അതായത് കുട്ടിയുടെ കോളേജ് ഫീസ് അല്ലെങ്കിൽ വീടിന്റെ ഡൗൺ പേയ്മെന്റ്, അങ്ങനെയുള്ളവയ്ക്ക് ഓഹരി വിപണി ശരിയായ സ്ഥലമല്ല. ഓക്കെ. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ ചാഞ്ചാട്ടങ്ങളെ അതിജീവിക്കാൻ നമ്മുടെ സാമ്പത്തിക ഘടനയെ എങ്ങനെ ബലപ്പെടുത്താം? ഒരു വീടിന് ഉറപ്പുള്ള അടിത്തറയിടുന്നതുപോലെ. ആ അടിത്തറയാണ് സർക്കാർ പിന്തുണയുള്ള സുരക്ഷിതമായ നിക്ഷേപ പദ്ധതികൾ. ശരി, അപ്പോൾ നമുക്ക് ആ അടിത്തറയുടെ ഓരോ കല്ലുകളായിട്ടൊന്ന് പരിശോധിക്കാം. ശമ്പളക്കാർക്ക് ഏറ്റവും പരിചിതമായ ഒന്നിൽ തുടങ്ങാം: പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PF. എല്ലാവരും പറയുന്നൊരു ഉപദേശമുണ്ട്: ദൈവത്തെ ഓർത്ത് PFൽ നിന്ന് പണം പിൻവലിക്കരുത് എന്ന്. ഇത് പൊതുവെ ശരിയാണെങ്കിലും ഇതിനൊരു മറുവശം ചിന്തിക്കാൻ പറ്റുമോ? നല്ല ചോദ്യമാണ്. ഒരു 99% സാഹചര്യങ്ങളിലും PFൽ നിന്ന് പണമെടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ശരിയാണ്. കാരണം അതിന് കോമ്പൗണ്ടിങ്ങിന്റെ പൂർണ്ണമായ ഗുണം ലഭിക്കണം. പക്ഷേ ആ 1% സാഹചര്യങ്ങളിൽ അതൊരു മികച്ച തീരുമാനമായേക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു 14% പലിശയുള്ള പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ ഒരു 12% പലിശയുള്ള ക്രെഡിറ്റ് കാർഡ് കടമോ ഉണ്ടെന്ന് കരുതുക. ഓക്കെ.
നിങ്ങളുടെ PF തലതിത് 8.25% പലിശയാണ്. ഈ സാഹചര്യത്തിൽ PFൽ നിന്ന് ഭാഗികമായി പണം പിൻവലിച്ച് ആ ഉയർന്ന പലിശയുള്ള കടം ഒറ്റയടിക്ക് അടച്ചു തീർക്കുന്നത് ഗണിതപരമായി നിങ്ങൾക്ക് ലാഭമുണ്ടാക്കും. ആ അത് ശരിയാണല്ലോ. നിങ്ങൾ 12% നഷ്ടം ഒഴിവാക്കുമ്പോൾ വെറും 8.25% നേട്ടമാണ് വേണ്ടെന്ന് വെക്കുന്നത്. പക്ഷേ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ രസകരമായൊരു കാഴ്ചപ്പാടാണത്. അപ്പോൾ PF ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ അതിനു പുറമെ കൂടുതൽ സുരക്ഷിതമായി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ ഉള്ള മാർഗമാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, അതായത് PPF. ഇതിന്റെ ആ 15 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് കാണുമ്പോൾ പലർക്കും ഒരു പേടിയാണ്. ഇന്നത്തെ കാലത്തെ മ്യൂച്വൽ ഫണ്ടുകളും മറ്റുമുള്ളപ്പോ എന്തിനാണ് ഒരാൾ PPFൽ പണം പൂട്ടിയിടുന്നത്? കാരണം PPFന്റെ റോള് വേറെയാണ്. അതൊരു റേസ് കാറല്ല, ഒരു ആർമേഡ് വെഹിക്കിളാണ്, ഒരു സുരക്ഷാ കവചം. അതിന്റെ പ്രധാന ആകർഷണം 3 എണ്ണമാണ്. 1. ഗ്യാരണ്ടീഡ് റിട്ടേൺ. വിപണി എത്ര ഇടിഞ്ഞാലും നിങ്ങളുടെ പലിശയ്ക്ക് ഒന്നും സംഭവിക്കില്ല. 2. നികുതി ആനുകൂല്യങ്ങൾ. അതെ, EEE സ്റ്റാറ്റസ്. അതെ, നിക്ഷേപിക്കുന്ന പണത്തിനും ലഭിക്കുന്ന പലിശയ്ക്കും കാലാവധി തീരുമ്പോൾ കിട്ടുന്ന തുകയ്ക്കും നികുതിയില്ല. പിന്നെ 3ാമത്തെ കാര്യം, ഇത് നമ്മളെ സമ്പാദിക്കാൻ നിർബന്ധിതനാകും. ആ 15 വർഷത്തെ ലോക്കിൻ ഒരു പോരായ്മയായി കാണുന്നതിനു പകരം അതൊരു അനുഗ്രഹമായി കാണണം. അത് ശരിയാണ്. നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് ചിലവാക്കാൻ നമ്മൾ 100 കാരണങ്ങൾ കണ്ടെത്തും. PPF ആ പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങളെ സംരക്ഷിക്കുന്നു. ശരിയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം പോലുള്ള ലക്ഷ്യങ്ങൾക്കായി പലരും ഇത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ പെൺകുട്ടികളുടെ ഭാവിക്കായി തന്നെയുള്ള സുകന്യ സമൃദ്ധി യോജന, അതായത് SSY, PPFനേക്കാൾ മികച്ച ഓപ്ഷനാണോ? അതിന് പലിശയും അല്പം കൂടുതലാണല്ലോ. അതെ, നിലവിൽ PPFന് 7.1% പലിശയുള്ളപ്പോൾ സുകന്യയ്ക്ക് 8.2% അത് തീർച്ചയായും ഒരു ആകർഷണമാണ്. ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് പണം മാറ്റിവെക്കുമ്പോൾ അത് ആ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കൂ എന്ന് ഉറപ്പാക്കാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കും. പക്ഷേ അതിന്റെ കർശനമായ നിയമങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കണം. കുട്ടിക്ക് 18 വയസ്സാകാതെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് പോലും ഭാഗികമായി മാത്രമേ പണം പിൻവലിക്കാൻ സാധിക്കൂ. ഓക്കേ, അപ്പോൾ അവിടെ ഫ്ലെക്സിബിലിറ്റി കുറവാണ്. അതെ. അപ്പോൾ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ആ ഉയർന്ന പലിശയാണോ പ്രധാനം, അതോ പണം ആവശ്യാനുസരണം ഉപയോഗിക്കാനുള്ള വഴക്കമാണോ? ചിലപ്പോൾ ഒരു നല്ല ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടും ഒരു PPF അക്കൗണ്ടും ചേർന്നുള്ളൊരു കോമ്പിനേഷൻ SSYയേക്കാൾ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകിയേക്കാം. ശരിയാണ്. ഇത് ഓരോ വ്യക്തിയുടെയും സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ്. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ചാണ്. 15 വർഷം, 21 വർഷം, അങ്ങനെ. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ലക്ഷ്യത്തിന് ഒരു അവസാന തീയതിയില്ല. വിരമിക്കൽ കാലം. അതെ, റിട്ടയർമെന്റ്. അത് 20, 30 അല്ലെങ്കിൽ 40 വർഷം വരെ നീണ്ടു നിൽക്കാം. അതിന് തികച്ചും വ്യത്യസ്തമായൊരു സമീപനം വേണ്ടേ? തീർച്ചയായും. അവിടെയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം അഥവാ NPS പ്രസക്തമാകുന്നത്. NPSനെ പലരും ഒരു സാധാരണ നിക്ഷേപ പദ്ധതിയായി തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അതൊരു ഹൈബ്രിഡ് മോഡലാണ്. അത് സുരക്ഷിതത്വവും വളർച്ചയും ഒരുമിച്ച് നൽകാൻ ശ്രമിക്കുന്ന ഒന്നാണ്. ഹൈബ്രിഡ് എന്നതൊന്ന് വിശദീകരിക്കാമോ? പലർക്കും അതിന്റെ നിയമങ്ങൾ, പ്രത്യേകിച്ച് ഈ Tier 1, Tier 2, പിന്നെ ആൻവിറ്റി വാങ്ങണം എന്നൊക്കെയുള്ള നിബന്ധനകൾ കുറച്ച് സങ്കീർണമായി തോന്നാറുണ്ട്. ഒരു സാധാരണ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ എന്ത് മേന്മയാണ് NPSനുള്ളത്? നല്ല പോയിന്റാണ്. NPSന്റെ ആ ഒരു സങ്കീർണത തന്നെയാണ് പലരെയും അതിൽ നിന്ന് അകറ്റുന്നത്. പക്ഷേ ആ സങ്കീർണതയ്ക്ക് പിന്നിൽ ഒരു കാരണമുണ്ട്. നിങ്ങൾ NPSൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ പണം 3 ഭാഗങ്ങളായി വിഭജിക്കപ്പെടുന്നു. ഇക്വിറ്റി, അതായത് ഓഹരികൾ, പിന്നെ കോർപ്പറേറ്റ് ബോണ്ടുകൾ, പിന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റികൾ. ഓക്കേ. നിങ്ങളുടെ പ്രായവും റിസ്ക് എടുക്കാനുള്ള കഴിവുമനുസരിച്ച് ഈ വിഭജനം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ചെറുപ്പത്തിൽ കൂടുതൽ ഓഹരിയിലും പ്രായമാകുമ്പോൾ സുരക്ഷിതമായ ബോണ്ടുകളിലേക്കും മാറ്റാം. ഓട്ടോ ചോയ്സ് ഓപ്ഷൻ ഉണ്ടല്ലോ. അതെ, അല്ലെങ്കിൽ ഒരു ഓട്ടോ ചോയ്സ് തിരഞ്ഞെടുക്കാം. ഇതിനെയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ശരി. ടാക്സ് ബെനിഫിറ്റിന്റെ കാര്യത്തിലോ? ATC കൂടാതെ ഒരു 50,000 രൂപയുടെ അധിക ഇളവ് NPSന് മാത്രമുണ്ടല്ലോ. അതൊരു വലിയ ആകർഷണമല്ലേ? അതെ,
സെക്ഷൻ 80CCD-1B പ്രകാരമുള്ള ആ 50,000 രൂപയുടെ അധിക നികുതി ഇളവ് സർക്കാർ മനഃപൂർവ്വം നൽകുന്നൊരു പ്രോത്സാഹനമാണ്. നിങ്ങളുടെ മറ്റ് നിക്ഷേപങ്ങൾ എന്തുമാവട്ടെ, റിട്ടയർമെന്റിനായി പ്രത്യേകം കുറച്ച് പണം മാറ്റിവെക്കൂ എന്ന് പറയുകയാണവർ. ഓക്കെ. ഇനി ടയർ 1, ടയർ 2വിന്റെ കാര്യം. ടയർ 1 ആണ് നിങ്ങളുടെ യഥാർത്ഥ പെൻഷൻ അക്കൗണ്ട്. അതിൽ പണം നിക്ഷേപിച്ചാൽ 60 വയസ്സുവരെ പിൻവലിക്കാൻ കഴിയില്ല. ആ ലോക്കിനൊരു അച്ചടക്കത്തിന് നല്ലതാണ്. അതെ. ടയർ 2 ഒരു സാധാരണ മ്യൂച്വൽ ഫണ്ട് പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും പണമിടാം, പിൻവലിക്കാം. പക്ഷേ അതിന് നികുതി ഇളവുകളില്ല. ഓക്കേ. അപ്പോൾ 60 വയസ്സായി, കയ്യിലൊരു വലിയ തുക കിട്ടി. അതോടെ NPSന്റെ റോള് കഴിഞ്ഞോ? ഈ ആന്വിറ്റി വാങ്ങണം എന്നൊരു നിബന്ധനയുണ്ടല്ലോ. എന്താണ് ഈ ആന്വിറ്റി? ഇതാണ് NPSന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായൊരു ഭാഗം. 60 വയസ്സാകുമ്പോൾ നിങ്ങളുടെ ടയർ 1 അക്കൗണ്ടിലുള്ള മൊത്തം തുകയുടെ 60% വരെ നിങ്ങൾക്ക് നികുതിയില്ലാതെ ഒറ്റയടിക്ക് പിൻവലിക്കാം. ബാക്കി 40%? ബാക്കി വരുന്ന കുറഞ്ഞത് 40% തുക ഉപയോഗിച്ച് നിങ്ങളൊരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു ആന്വിറ്റി പ്ലാൻ വാങ്ങണം. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ആ പണം ഇൻഷുറൻസ് കമ്പനിക്ക് നൽകുന്നു, പകരം അവർ നിങ്ങൾക്ക് ജീവിതാവസാനം വരെ എല്ലാ മാസവും ഒരു നിശ്ചിത തുക പെൻഷനായി നൽകുന്നു. അതൊരു സ്ഥിര വരുമാനം ഉറപ്പാക്കാനാണ്. അതെ. ഒറ്റയടിക്ക് വലിയൊരു തുക കയ്യിൽ കിട്ടുമ്പോൾ അത് മുഴുവൻ ചിലവഴിച്ചു തീർക്കാനുള്ള സാധ്യതയുണ്ട്. ഈ നിർബന്ധിത ആന്വിറ്റി നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് ഒരു സ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന ഒരു സുരക്ഷാ വലയാണ്. അപ്പോൾ നമ്മൾ സമ്പാദ്യമുണ്ടാക്കുന്ന ഘട്ടത്തെക്കുറിച്ച് സംസാരിച്ചു. ഇനി വിരമിച്ചൊരാളുടെ കാര്യമെടുക്കാം. അവരുടെ കയ്യിലൊരു വലിയ തുകയുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടത് വളർച്ചയല്ല, സ്ഥിരമായ ഒരു വരുമാനമാണ്. ശരിയാണ്. അവർക്ക് ഓഹരി വിപണിയുടെ റിസ്ക് എടുക്കാൻ താൽപ്പര്യമില്ല. അവർക്കുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അവിടെയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം SCSS, പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം POMIS പോലുള്ളവ പ്രസക്തമാവുന്നത്. ഇതിനെ പേ ഔട്ട് ഘട്ടത്തിനുള്ള ഉപകരണങ്ങളെന്ന് പറയാം. SCSSൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 30 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. പലിശയും കൂടുതലാണല്ലോ. അതെ. നിലവിൽ 8.2% എന്ന ഉയർന്ന പലിശ ഓരോ 3 മാസം കൂടുമ്പോഴും ബാങ്ക് അക്കൗണ്ടിൽ വരും. ഇതൊരു സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നു. അതുപോലെ POMIS വഴി താരതമ്യേന ചെറിയ തുകകൾക്ക് എല്ലാ മാസവും ഒരു വരുമാനം നേടാം. ഓക്കേ. ഈ പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം മൂലധനത്തിന് സുരക്ഷ നൽകി അതിൽ നിന്ന് ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, സാമ്പത്തിക ഭദ്രത എന്നത് ഏതെങ്കിലും ഒരു മികച്ച നിക്ഷേപ പദ്ധതി കണ്ടെത്തുന്നതിലല്ല, മറിച്ച് ശരിയായ ഒരു ഘടന കെട്ടിപ്പടുക്കുന്നതിലാണ് കാര്യം. ഓഹരി വിപണി എഞ്ചിൻ പോലെ സമ്പത്ത് വളർത്താൻ സഹായിക്കുമ്പോൾ PPF, NPS, SCSS പോലുള്ളവ ആ വാഹനത്തിന് ഉറപ്പുള്ള ഒരു ഷാസിയും ബ്രേക്കും ഷോക്ക് അബ്സോർബറും ഒക്കെ നൽകുന്നു. വളരെ ശരിയാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ അടിത്തറ സുരക്ഷിതമായ ആസ്തികളിലാണെങ്കിൽ ഓഹരി വിപണി 20 അല്ലെങ്കിൽ 30% ഇടിഞ്ഞാലും നിങ്ങൾക്ക് പേടിക്കേണ്ടി വരില്ല. കാരണം നിങ്ങളുടെ ദൈനംദിനാവശ്യങ്ങൾക്കോ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കോ ആ ഇടിഞ്ഞ ഓഹരികൾ നഷ്ടത്തിൽ വിൽക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വരില്ല. വിപണി തിരിച്ചു കയറുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ഒരു ബഫർ ഈ സുരക്ഷിത നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് നൽകും. ശരിയാണ്. സാമ്പത്തിക ലോകത്ത് പലപ്പോഴും പറയാറുള്ളതുപോലെ പതുക്കെയും സ്ഥിരതയോടെയും പോകുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തെത്താനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗം. നമ്മളിന്ന് നിക്ഷേപത്തിന്റെ പല വഴികളെയും തന്ത്രങ്ങളെയും കുറിച്ച് സംസാരിച്ചു. ഇനി നിങ്ങൾ തനിയെ ചിന്തിക്കാനൊരു കാര്യം തരാം. പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ മോർഗൻ ഹൗസിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ 80% കാഴ്ചപ്പാടുകളെയും രൂപപ്പെടുത്തുന്നത് നമ്മുടെ അറിവല്ല, മറിച്ച് നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ്. ഒരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാന്തത്തെ വളർന്നു വന്നൊരാൾക്ക് റിസ്ക് എടുക്കാൻ പേടിയായിരിക്കും. അതേസമയം ഒരു കുതിച്ചുചാട്ടത്തിന്റെ കാലത്ത് വളർന്ന ഒരാൾക്ക് അമിതമായ ആത്മവിശ്വാസവും. ഒരു നിമിഷം നിങ്ങളുടെ ഭൂതകാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങൾ എന്തൊക്കെയാണ്? നഷ്ടസാധ്യത, സമ്പാദ്യം, കടം എന്നിവയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഇന്നത്തെ വിശ്വാസങ്ങളെ അവ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? ഒരുപക്ഷെ ആ പഴയ അനുഭവങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കാത്തത്? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ.